അപ്പായേ ഹായ്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു നാട്ടിലേക്ക് പോവാണ്. യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ജീവിതം? സ്ഥിരം ജീവിതം അടിപൊളിയായിരുന്നു. ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക് ആയിരുന്നു. എന്തുകൊണ്ട് ഫാന്റാസ്റ്റിക് ആയി? എന്താണ് അപ്പയ്ക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്തോ? എന്റർടൈൻമെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ടൈം പാസ് ചെയ്യാൻ ഒത്തിരി പാർക്കുകൾ, ബീച്ചുകൾ, മാളുകൾ, അങ്ങനെ നമുക്ക് ബോറടിക്കുന്ന ഒരു പരിപാടിയില്ല. ഒരു ദിവസം ഫുൾ നമുക്ക് തികയാണ്ട് വരുവാണ്. അത്രയ്ക്കും എൻഗേജായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചിരിച്ചുകൊണ്ടുള്ള അവരുടെ പെരുമാറ്റവും ഒരു ജാടയില്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ദേഷ്യപ്പെടലോ ഒന്നുമില്ല. ഹായ്, ഹൗ ആർ യു, ഫൈൻ പറഞ്ഞ എപ്പോഴും ഒരു എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന രീതിയിൽ തുറക്കം മുതൽ പോകുമ്പോഴേ നന്ദി പറഞ്ഞു. ചായ കുടിക്കാൻ പോയാൽ തന്നെ ഒരു വരുമ്പോഴേ വെൽക്കം ചെയ്യും. പോകുന്നിടത്ത് നന്ദി, താങ്ക്സ് പറയും. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു സംഭവമാണ്. അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടും ഓസ്ട്രേലിയൻ നാടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളിലും വ്യത്യാസം കാണുന്നുണ്ട്. ഇവിടുത്തെ റോഡുകളായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായാലും എല്ലാം വളരെ മെച്ചപ്പെട്ടാണ്. വേസ്റ്റ് ഒരാൾ വെളിയിടിയല്ല, അതിനുള്ള എല്ലാം സംവിധാനം മുനിസിപ്പാലിറ്റി തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മാർക്കിലും മാളിലും എല്ലാം വേസ്റ്റിലാണ് സംവിധാനമുണ്ട്. അതുപോലെ റോഡായാലും എപ്പോഴും വെൽ ക്ലീൻഡായിരിക്കും. എല്ലാം പക്ക നീറ്റാണ്. എന്തായാലും ഒരു ഇതുണ്ടായി തന്നെ അപ്പോൾ തന്നെ അവൻ്റെ ആളുകൾ വന്ന് ക്ലിയറാക്കി മാറ്റുന്ന ഇതാണ്. ഒന്നിനും ഒരു തടസ്സമില്ല. ഒന്നിനും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് എവിടെയും പോകാം. നമുക്ക് തടസ്സമില്ല. നാട്ടിലേക്കാളും വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള സ്ഥലമാണിത്. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഓണടി ഉണ്ട്. അതാണ് ഒരു രസം. ഞാൻ ഓണടിയൊക്കെ കൊതിച്ചുകൂടെ. അതുപോലെ ഒരു കട്ടർ കാണാൻ കൊതിച്ചു. ഞാൻ ഒത്തിരി കൊതിച്ചു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ കിട്ടാത്ത സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവരും പാസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മാറി പോകണം. പിന്നെ നമുക്ക് നാട്ടിലെ പോലെ വഴിയിൽ ഇറങ്ങി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഒരു പ്ലാസ്റ്റിക്കിന്റെ അംശം പോലും നമുക്ക് വഴി കാണാൻ പറ്റില്ല. അതിനെല്ലാം സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് കടയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡംപ് ചെയ്യാൻ സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാനുണ്ട്. അതുപോലെ ഫുഡ് വേസ്റ്റ് ഡംപ് ചെയ്യാൻ സംവിധാനമുണ്ട്. വേറെ ഇലക്ട്രോണിക്സ്, ഗുഡ്സ്, അതൊക്കെ സെപ്പറേറ്റ് എല്ലാത്തിനും ഓരോ ബിൽഡിങ്ങിന്റെയും വെച്ചിട്ടുണ്ട് സർക്കാർ. മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. പൈസ കൊടുക്കുക, കാര്യങ്ങൾ നടക്കും. നമുക്ക് ഒരു പാസ്പോർട്ട് എടുക്കുന്നത് തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി. അത് വേറെ ഒത്തിരി അതിന് വേണ്ടി അലിഞ്ഞു നടക്കണ്ട. എല്ലാം ഓൺലൈനിൽ സംവിധാനം. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നടപ്പാതകൾ, റോഡിന്റെ 2 സൈഡിലും മരങ്ങളുണ്ട്. തണലുള്ള മരങ്ങളാണ്. അത് 2 സൈഡിൽ ഒരുപോലെ നട്ടുപിടിച്ചാണ് നടന്നു പോയാൽ നോക്കി ക്ഷീണം തോന്നിക്കുകയില്ല. നടപ്പാത കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റോഡ് ക്രോസ് ചെയ്യാനായാലും ഇപ്പം വണ്ടികൾ നിർത്തി തരും നമുക്ക്. അതൊക്കെ ഒരു ഭയങ്കര മെച്ചമാണ്. നമ്മുടെ നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ കയ്യും കാലം പിടിച്ചാൽ ഓടി പിടിച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് നടന്നു പോയാൽ നിർത്തി തരും. അതാണ്. അതുപോലെ ബസ് സംവിധാനം, അരമണിക്കൂർ ഇടവിട്ടെങ്കിലും ബസ് റൂട്ടുകളുണ്ട്. അവിടെ പോകുന്നതിന് ബസ്സുണ്ട്, ട്രെയിനുണ്ട്, ട്രാമുണ്ട്. അങ്ങനെയുള്ള ഒന്നിനും ഒരു തടസ്സമില്ല. സ്ട്രൈക്കോ സമരമോ ഒക്കെ ഞാൻ വളരെ കുറച്ച് അവിടെ കണ്ടിട്ടില്ല. ഹർത്താലുകൾ നമ്മുടെ ജീവിതം സുഖമായിട്ട് മുമ്പോട്ട് പോകാം. ജീവിക്കുക, പഠിക്കാൻ, പണിയെടുക്കാൻ സംവിധാനം, പണിയെടുക്കാൻ തയ്യാറുള്ളവന് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മണിക്കൂർ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് അതിന് മനസ്സിലായി. ഏകദേശം 3/4 ഭാഗം കറങ്ങി കഴിഞ്ഞു. നമുക്ക് കാണാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇഷ്ടം പോലെ പാർക്കുണ്ടായിരുന്നു. പിന്നെ ബീച്ചുകൾ, മുട്ടിനും ബീച്ചുകളുണ്ട്. നമുക്ക് സമയം പോകാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബീച്ചിൽ പോയിരിക്കുക. അതുപോലെ കഫേകൾ, പലതരം ഭക്ഷണങ്ങൾ, ഏത് രാജ്യത്തെ ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കിട്ടും. തായ്ലൻഡ്, ജപ്പാൻ, കൊറിയ എല്ലാം ടേസ്റ്റ് നോക്കി. എല്ലാത്തിനും വ്യത്യസ്തമായ രുചികൾ, വ്യത്യസ്തമായ മസാലകൾ. നമ്മുടെ കേരള ഫുഡ് കാണുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും. അതുള്ള കടയിൽ മലയാളി കടയുണ്ട്. അവിടെയും പോയി ഞങ്ങൾ. അങ്ങനെ ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്ന ഹൈദരാബാദി ബിരിയാണി, അങ്ങനെ ഒത്തിരി കടകൾ, മുട്ടിന് കടകളാണ്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പെട്ട സ്ഥലം ബ്ലൂ മൗണ്ടൻ എന്ന സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെയാണ് ഏറ്റവും എന്റർടൈൻമെന്റ് ശരിക്കും നോക്കി. കാരണം മലയുടെ നടുക്കൂടെ ട്രെയിൻ കയറി പോകുന്നതും, അതുപോലെ ഏറ്റവും മല മുഴുവൻ ഒരു ബ്ലൂ കളറുള്ള വ്യൂ കാണാൻ പറ്റി. ഇവിടെ പോകുന്ന പോലെ വയനാടും വാഗമണൊക്കെ പോകുന്ന ഒരു പ്രതീതി കിട്ടി. നമ്മുടെ നാടും ശരിക്കും ഡെവലപ്പായി കഴിഞ്ഞാൽ ഇതിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ജോലി ചെയ്താൽ നമുക്കൊരു പൈസ കിട്ടും. അതുകൊണ്ട് മറ്റുള്ള അതിനൊന്നും ആരും പോകുന്നില്ല. അടുത്ത ആരെ താമസിക്കുന്ന പോലും തിരക്കാൻ പോകാറില്ല. കാരണം അവർ ശ്രദ്ധിക്കാറില്ല. നമുക്ക് നാട്ടിലെ കാര്യം, വീട്ടിലെ കാര്യം, എല്ലാം ഇതിലേ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ നമ്മുടെ പ്രായമുള്ളവരെ സംരക്ഷിക്കാൻ സംവിധാനമുണ്ട്. ഒരു പൈസ കഴിഞ്ഞാൽ അവരെ എല്ലാ കാര്യങ്ങളും സർക്കാർ നോക്കിക്കോളും. അവർക്ക് വിഷയമില്ല. കാരണന്മാർ നോക്കണ്ട, അല്ലെ അവരെ നോക്കണം എന്നുള്ളൊരു പേടി വേണ്ട. അവരുടെ കാര്യം നോക്കിയാൽ ഒരു 90 വയസ്സുള്ളവർ വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ. അത്രയ്ക്കും ഹെൽത്താണ്. ഹെൽത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഓരോ പാർക്കിലും നമുക്ക് ശരീരം വ്യായാമം ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പട്ടി ഇവിടെ ഒരു വീക്കെൻഡ്സ് ആണ് എല്ലാവരുടെ കയ്യിലൊരു പട്ടിയെ കാണും. വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ പട്ടിയെ കുട്ടിയാണ് എല്ലാം നടക്കാൻ പോകുന്നത്. നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ അവർ പട്ടിയെ സ്നേഹിക്കുന്നു. പട്ടിക്ക് വേണ്ടി ഒരു
ബ്യൂട്ടി പാർലറുണ്ട്, പട്ടിക്ക് ഡ്രസ്സുകളുണ്ട്. അങ്ങനെ അതൊരു നമ്മുടെ നാട്ടിൽ കാണാത്ത പിന്നെ അലഞ്ഞു കഴിഞ്ഞ പട്ടികളൊന്നുമില്ല കേട്ടോ. എക്സ്പെൻസ് വളരെ ഹൈ ആണ് ഇവിടെ. 2 പേർക്കും ജോലി വേണം. ഒരാളുടെ ജോലി കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ. ഇവിടെ റൂം റെന്റ് ആണ് ഏറ്റവും വിഷയം. ഒരു മണിക്കൂറിനാണ് അവർക്ക് പൈസ. ഒരു ആഴ്ചയിൽ എത്ര $1000 കൊടുക്കേണ്ടി വരും. $650 ഒരാഴ്ച ഒരു മാസം വരുന്ന വാടക നല്ലൊരു തുക അതിന് വേണ്ടി മാറ്റേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5 ഇരട്ടി വില വ്യത്യാസമുണ്ട്. നമ്മളവർക്കും ഇവിടെ ഒത്തിരി ശമ്പളമുണ്ട്, ശരി തന്നെ. പക്ഷെ നാട്ടിലത് എത്തിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. ഇവിടുത്തെ ഒരാളുടെ പൈസ എന്തായാലും ഇവിടുത്തെ ചെലവിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ശരിക്കും നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ മാതാപിതാക്കളെ കൊണ്ടുവരണം, കുട്ടികളെ നോക്കണമെങ്കിൽ അവരെ കൊണ്ടുവരണം, അവരുടെ എക്സ്പെൻസ്. പിന്നെ നാട്ടിൽ വരുന്നതിൻ്റെ വിമാനത്തിൻ്റെ റേറ്റൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെ ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ച് സ്ഥലം മേടിച്ചൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കുഴപ്പമില്ല. നാട്ടിലേക്ക് എപ്പോഴും വന്നും പോയി നമുക്ക് ഇവിടെ ജീവിക്കാൻ പാടാണ്. കാരണം ഇവിടെ വരുന്നവർ കൂടുതൽ ഇവിടെ തന്നെ തങ്ങാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒപ്പേറ ഹൗസ്, ഹറോൾ ബ്രിഡ്ജ്, പിന്നെ ബ്ലൂ മൗണ്ടൻസ്, വാക്സ് മ്യൂസിയം, സീ ലൈഫ്, സൂവ്, പിന്നെ ബീച്ചുകൾ, കുജി ബീച്ച്. അവിടെ പ്രത്യേകം വെച്ചാൽ നമ്മുടെ കടലിൽ നിന്ന് വെള്ളം കയറി വന്നൊരു സ്വിമ്മിംഗ് പൂളോട്ട് വരും. അപ്പം നമുക്ക് വെള്ളിയിട്ട് പോലെ സ്വിമ്മിംഗ് പൂളോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം തിരയടിച്ച് വന്ന് കുളിക്കുന്ന സംവിധാനം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. ന്യൂ ഇയറിന് പോയായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് ഗംഭീരമായിരുന്നു. സിഡ്നിയിലെ വെടിക്കെട്ട് കാണുന്നുള്ള ആഗ്രഹമായിട്ട് നടന്ന്. പിന്നെ നമുക്ക് സ്മോ അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബാറുകൾ ഇഷ്ടം പോലെ. മുട്ടൻ എല്ലാ ഹോട്ടലിലും മദ്യം കിട്ടും. പക്ഷെ ആരും മദ്യം പിച്ച് ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കുവോ അല്ലെങ്കിൽ വഴിക്കിടക്കുവോ മറ്റുള്ള ഒന്നുമില്ല. റോഡിൽ ഇവിടെ നമുക്ക് അങ്ങനെ അറിഞ്ഞു കിടക്കുന്ന ആരെയും കണ്ടില്ല. വേറെ പ്രത്യേകിച്ച് ഫാം ഹൗസുകൾ ഉണ്ട്. അത് ഒത്തിരി അകലെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ പശു, കറവ അങ്ങനെ വീടുകളിൽ വളർത്തുന്ന ഒന്നുമില്ല. എല്ലാം ഫാമുകളാണ്. കൃഷിയും എല്ലാം ഫാം ആയിട്ടാണ് ബേസ് ചെയ്യുന്നത്. പിന്നെ അവരവരുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നടാം. അതിൽ നിന്ന് കൃഷി നമുക്ക് കിട്ടും. ഇവിടെ നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ നാട്ടിലെപ്പോലുള്ള ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം കിട്ടുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട്. ഇവിടെ സിഡ്നിയിൽ അത് കുറവാണ്. സിഡ്നി ശരിക്കും ഒരു ടൗൺ. എല്ലാം കഴിക്കാൻ പറ്റും. എല്ലാ മീനുകളും ഇവിടെ കിട്ടും. ഇറച്ചി നല്ല ഫ്രഷ് ഇറച്ചി. നമ്മളെ ഓരോ എന്ത് ഭാഗമാണോ ആ ഭാഗങ്ങളെല്ലാം കൂടി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചേക്കാം. ആവശ്യമുള്ളത് നമുക്ക് മേടിക്കാം. അനുസരിച്ച് വിലയാണ്. ഓരോ സാധനത്തിനും അതിൻ്റെ അനുസരിച്ച് വിലയുണ്ട്. അതുപോലെ വേസ്റ്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് മേടിക്കാൻ തോന്നും. തുണ്ടെന്നുണ്ട് അയൽവ കഷ്ണം പോലും കുറച്ച് മേടിക്കാൻ തോന്നും. അതുപോലെ മീൻ മേടിക്കാൻ പോയപ്പോൾ തന്നെ വെറൈറ്റി മീനുകൾ നമുക്ക് 40 ഐറ്റം മീൻ വരെയുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഫേവറേറ്റ് അനുസരിച്ച് വില അനുസരിച്ച് ചില വില കൂടുതലുണ്ടാവും, വില കുറഞ്ഞ. നമ്മുടെ നാട്ടിൽ മത്തി വരെ മത്തി മേടിച്ചു. അതുപോലെ കൊഴുക, ബാക്കി മീനുകളെല്ലാം നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് തരും. മത്തിയും ചെറിയ മീനുകളൊന്നും വെട്ടി തരില്ല. പക്ഷെ വേറെ പ്രത്യേകത വെച്ചാൽ ഈ ഫിഷ് മാർക്കറ്റ് തന്നെ നമുക്ക് വറുത്ത് കഴിക്കാൻ സംവിധാനമുണ്ട്. ആ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ കഫ്റ്റീരിയകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അവിടെ നമുക്ക് ആ മീൻ നമുക്ക് പൊരിച്ച് നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കി തരും. അതൊരു നല്ല അനുഭവമാണ്. മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ഉത്സവങ്ങള്, പെരുന്നാളുകള്, പിന്നെ കൂട്ടായ്മകള്, പിന്നെ അങ്ങനെ നാട്ടിൽ എന്തെല്ലാം സംവിധാനമുള്ള അതൊന്നും നമുക്ക് കല്യാണങ്ങള് അതൊന്നും ഇവിടെ ഒന്നും കൂടാൻ പറ്റിയിട്ടില്ല. കാരണം അതൊക്കെ ഒരു കൂട്ടായ്മ രസമാണ്. ഇവിടെ അയലത്തുള്ള താമസിക്കുന്ന ആരാന്ന് പോലും അറിയാൻ പാടില്ല. കാരണം ഇവിടെ വരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. നാട്ടിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നാട്ടിലെ തിരക്കിലും വേളത്തിലും ഇടയ്ക്ക് ഇവിടെ വന്ന ഒരു 3 മാസം ശരിക്കും പോയതറിഞ്ഞില്ല. നമുക്ക് അടുത്ത പാർക്കും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അറിയാം. ഒരു പ്രശ്നമല്ല. പിന്നെ പാചകം ചെയ്യാൻ പഠിക്കാം. ഇഷ്ടംപോലെ പാചകം നമ്മുടെ ഇഷ്ടത്തിന് പാചകക്കാരെ ഒരു പിള്ളേരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. നമ്മൾ കുട്ടികളെ നോക്കിയൊക്കെ ഇരിക്കാം. അത് വരുന്നവർക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും. ആ മാതാപിതാക്കളും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും വരണം. പിന്നെ മിസ് ആവുന്നത് മറ്റു മക്കളെ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മിസ്സാവുക, കാണാൻ പറ്റാതെ വരും. അവർക്കും പിന്നെ വിഷമം. അപ്പനും അമ്മയും വിട്ടേച്ച് പോകുന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഡോക്ടറെ കാണുന്നതിന് ഇച്ചിരി പ്രയാസമാണ്. ഭയങ്കര പൈസയാണ്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണണമെങ്കിൽ $500 കൊടുക്കേണ്ടി വരും. അതുപോലെ നേരത്തെ ബുക്ക് ചെയ്യണം. സമയത്ത് ഓടിപ്പോയി നമുക്ക് ഡോക്ടർ പനിയാൻ മുന്നേ പോയി കാണാൻ സംവിധാനം കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടാണ് ഭേദം. ഡോക്ടറെ കാണുന്നതിനും മെഡിസിനും കാര്യങ്ങളൊക്കെ. മറന്നു പോയി കങ്കാരുവിനെ കാണുന്ന നാട്ടിൽ ഒന്ന് വരാൻ ചോദിച്ചു. കങ്കാരുവിനെ കാണാമോ? അല്ലെങ്കിൽ കങ്കാരുവിനെ കാണാൻ പറ്റി. കങ്കാരുവിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. അതൊരു പ്രത്യേകം അനുഭവമായിരുന്നു. കങ്കാരു അടുത്തല്ല എങ്കിലും സൂര്യ പോകുമ്പോൾ അവിടെ പോയി കാണാൻ പറ്റും. പിന്നെ ഇച്ചിരി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കങ്കാരു ഉണ്ട്. എല്ലാം വരുന്ന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലതാവട്ടെ. ഇവിടെ വന്ന് ഓസ്ട്രേലിയ ജീവിതവും ലൈഫൊക്കെ കണ്ട് നമുക്കും ഒരു മാറ്റം എപ്പോഴും നല്ലതാണ് എന്ന് ഞാൻ
ആശംസിക്കുന്നു. ഇന്ത്യക്കാലം വലിയ രാജ്യമാണ്, അപ്പൊ ഇങ്ങനെ കറങ്ങി കിടക്കുന്ന രാജ്യം. അപ്പൊ അടുത്ത സ്ഥലത്ത് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, വെരി ഗുഡ്.